നമസ്കാരം. പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പുറത്താക്കി. പാർട്ടി വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് പുറത്താക്കിയത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ ബിനു പുളിക്കക്കണ്ടം വിമർശനം ഉന്നയിച്ചിരുന്നു. പാലാ നഗരസഭയിൽ CPM പാർലമെന്ററി പാർട്ടി നേതാവാണ് നിലവിൽ ബിനു പുളിക്കക്കണ്ടം. ബിനുവിനെ പുറത്താക്കാനുള്ള പാലാ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനും ഇടതുപക്ഷ വിരുദ്ധ സമീപനത്തിനുമെതിരെയാണ് ബിനുവിനെതിരായ നടപടിയെന്ന് CPM പാലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PM ജോസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നേരത്തെ കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെ ബിനു പുളിക്കക്കണ്ടം പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി കടുത്ത നടപടിയെടുത്തത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ പാർട്ടി അണികൾക്ക് എതിർപ്പുണ്ടെന്നാണ് ബിനു നേരത്തെ പറഞ്ഞത്. ജോസ് ജനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്നും ജനങ്ങളെ നേരിടാൻ മടിയുള്ളതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോകുന്നതെന്നും പറഞ്ഞ ബിനു പിൻവാതിലിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് നല്ലതല്ലെന്നും പറഞ്ഞിരുന്നു. പാലാ നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തേക്ക് ബിനുവിനെ കൊണ്ടുവരുന്നതിനെതിരെ കേരള കോൺഗ്രസ് M നിലപാടെടുത്തതാണ് നഗരസഭയിൽ തർക്കങ്ങൾ തുടങ്ങാൻ കാരണം. പിന്നീട് വെളുത്ത വസ്ത്രം ഉപേക്ഷിച്ച് കറുപ്പ് വസ്ത്രം മാത്രം അണിഞ്ഞ ബിനു പുളിക്കക്കണ്ടം കറുപ്പ് ഉപേക്ഷിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതോടെയായിരുന്നു ബിനു പുളിക്കക്കണ്ടം പ്രതിഷേധം അവസാനിപ്പിച്ചത്. നിലനിൽപ്പിനായി അപേക്ഷിക്കുന്നവരോട് ബാലിശമായ യുദ്ധങ്ങൾ നടത്താൻ ഇല്ലെന്നായിരുന്നു ബിനുവിൻ്റെ നിലപാട്. ജോസ് കെ മാണിയുമായി നിരന്തരം സംഘർഷത്തിലേർപ്പെട്ടിരുന്ന ബിനു CPMനും കേരള കോൺഗ്രസ് Mനും ഒരേ സമയം തലവേദന സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP വിട്ട് CPMലെത്തിയ ബിനു ഈ കൗൺസിലിൽ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. പാലാ നഗരസഭയിലേക്ക് വിജയിച്ച ഏക CPM അംഗമാണ്. മുന്നണി ധാരണ പ്രകാരം CPMന് ലഭിക്കേണ്ടുന്ന നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനുവിനെ പരിഗണിക്കാതിരിക്കാൻ കേരള കോൺഗ്രസ് M CPM സംസ്ഥാന നേതൃത്വത്തിൽ വരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. കേരള കോൺഗ്രസ് M തൻ്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനം തട്ടിക്കളഞ്ഞതിൽ പ്രതിഷേധിച്ച് 2023 ജനുവരി മുതൽ പൊതുപരിപാടികളിൽ കറുപ്പ് ഷർട്ടിട്ട് ബിനു പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിന് CPM രാജ്യസഭാ സീറ്റ് നൽകിയ നടപടിയിൽ പരിഹാസസ്വരവുമായി ബിനു രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകിയെന്ന് CPM ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. നേരത്തെ തന്നെ വൻ വിവാദമായ ആപ്പിൾ എയർപോർട്ട് മോഷണത്തിൽ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പേര് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് M കൗൺസിലർ ജോസ് ചീരാംകുഴിയുടെ എയർപോർട്ടായിരുന്നു മോഷണം പോയത്. ആഴ്ചകൾക്ക് മുമ്പ് ഈ എയർപോർട്ട് മാഞ്ചസ്റ്ററിൽ ജോലി ചെയ്യുന്ന പാലാ സ്വദേശിനിയായ യുവതി പോലീസിന് നൽകുകയായിരുന്നു. പിന്നാലെ ബിനുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു.